തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയുമായി ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. കറിക്കത്തിയുമായി എത്തിയാണ് റിജോ ബാങ്കിൽ കൊള്ള നടത്തിയത്. കൊള്ളയടിച്ച പണത്തിൽ 10,000 രൂപ ഒഴികെ മുഴുവൻ തുകയും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ റിജോ ആന്റണിയെ തെളിവെടുപ്പിനായി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ എത്തിച്ചതിന്റേതാണ്. അല്പസമയം മുമ്പ് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 15 ലക്ഷമാണ് കവർന്നത്. ഇതിൽ 12 ലക്ഷം രൂപ ഇന്ന് റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതിയുമായി വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഈ തുകയും കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, ഇന്നത്തെ തെളിവെടുപ്പിൽ പല നിർണായകമായ വിവരങ്ങളും പോലീസിന് കിട്ടിക്കഴിഞ്ഞല്ലോ. ബാങ്കിലെ തെളിവെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇയാളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയത് പോലീസ്? മഞ്ജുഷ്, തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. നടപടികൾ അതോടെ പൂർത്തിയാകുകയും ചെയ്യും. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ എന്നത് മാത്രമായിരിക്കും. ഒരുപക്ഷെ വരും ദിവസങ്ങളിലായിരിക്കും കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ബാങ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നതിന് ശേഷം ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് പൂർണ്ണമായും പൂർത്തിയാക്കിയിരുന്നു. ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന ഏതാണ്ട് അരമണിക്കൂറിലധികം പോലീസ് ഇവിടെ ചെലവഴിച്ചു. കാരണം എങ്ങനെയാണ് ഈ മോഷണ രീതിയും അടക്കം നടത്തിയത് എന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനകത്തേക്ക് കയറി ഏത് ഭാഗത്ത് എവിടേക്കാണ് ആദ്യം ചെന്നത്, അതോടൊപ്പം തന്നെ മുൻപ് ഒരു തവണ കൂടി ഇയാൾ ഇവിടെ വന്നിരുന്നതായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് പോലീസ് ജീപ്പ് കണ്ട് ഭയന്ന് തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ എത്തിയ ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഇയാളെ മുൻപരിചയം ഇവിടേക്ക് ബാങ്കിൽ വന്ന് ഏതെങ്കിലും സമയത്ത് ഇയാളെ മുഖം കണ്ട പരിചയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജീവനക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അടക്കം പോലീസ് ചെയ്തു. ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. വലിയ രീതിയിൽ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ തെളിവെടുപ്പാണ്. പുലർച്ചെ ഇയാളുടെ വീട്ടിലെത്തിക്കുകയും അവിടെ പോലീസ് ഇയാളുടെ മുറി പരിശോധിച്ചു. അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന 12 ലക്ഷം രൂപ ഇയാളുടെ അലമാരയിൽ ഉണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തിരുന്നു. ഒപ്പം ഈ മോഷണ വിവരം അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അന്നനട സ്വദേശിയായ ഒരാൾ അയാളിൽ നിന്ന് ഈ റിജോ കടം വാങ്ങിയിരുന്നു. 2,90,000 രൂപ കടം വാങ്ങിയിരുന്നു. അത് ഈ മോഷ്ടിച്ച പണത്തിൽ നിന്ന് ഇയാൾ തിരിച്ച് കൊടുത്തിരുന്നു. ഇയാൾ DYSP ഓഫീസിൽ പണവുമായി എത്തി. പക്ഷേ പോലീസ് ഇത് തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് എടുത്തത്. ഇയാളുടെ വീട്ടിലേക്ക് ഇന്ന് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് റിജോയുമായി പോലീസ് അവിടേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഈ പണം അടക്കമുള്ള കാര്യങ്ങൾ സീൽ ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തു. ഇങ്ങനെ ഈ 15 ലക്ഷം രൂപയിൽ 10,000 രൂപ മാത്രമാണ് ഇയാൾ ചെലവഴിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെ മദ്യത്തിനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ചാലക്കുടിയിൽ നിന്ന് അല്പസമയം മുമ്പ് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. റിജോ ആന്റണിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും.